ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ദ ലെക്ചർ. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കൺസ്യൂമർ സർപ്ലസും പ്രൊഡ്യൂസർ സർപ്ലസും തന്നിരിക്കെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കൺസ്യൂമർ സർപ്ലസും പ്രൊഡ്യൂസർ സർപ്ലസും നമ്മൾ നോക്കും. അതേപോലെ തന്നെ ആരുടെയാണ് നമ്മുടെ മോണോപോളിയുടെയും പ്രൊഡ്യൂസർ സർപ്ലസും കൺസ്യൂമർ സർപ്ലസും നോക്കിയിട്ട് ആരുടെ പ്രൊഡ്യൂസർ സർപ്ലസ് ആണ് കൂടുതൽ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇവരുടെ പ്രോഫിറ്റ് മാക്സിമൈസിങ് കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നമുക്ക് ഉള്ളത് ആരൊക്കെയാണുള്ളത്? നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷനും ഉണ്ട്, അതേപോലെ തന്നെ രണ്ടാമത് ആരായിട്ടുള്ളത് മോണോപോളിയുമാണ് ഉള്ളത്. ഓക്കെ, പെർഫെക്റ്റ് കോമ്പറ്റീഷനും ഉണ്ട്, മോണോപോളിയും ഉണ്ട്. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ആണ്. അതേപോലെ തന്നെ മോണോപോളിയുടെ കേസിൽ എന്താണത്? മാർജിനൽ റവന്യൂ ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ആകുന്ന പോയിന്റിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? മോണോപോളിയുടെ കേസിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും ഡയഗ്രാം സെപ്പറേറ്റ്ലി ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇവയുടെ വ്യത്യാസം വരുന്നത് എന്നുള്ളത് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കേസിലാണ് വരയ്ക്കുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കേസിൽ ഫേം എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൈസ് ടേക്കർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഡിമാൻഡ് കർവ് വരയ്ക്കുകയാണ്, അതേപോലെ തന്നെ ഒരു സപ്ലൈ കർവ് വരയ്ക്കുകയാണ്. പ്രൈസ് ടേക്കർ ആവുന്നത് എപ്പോഴാണ്? ഒരു ഡിമാൻഡും സപ്ലൈയും ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്ന പ്രൈസും ക്വാണ്ടിറ്റിയുമാണ് ഇവർക്ക് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പോയിന്റിലായിരിക്കും എന്ത് തീരുമാനിക്കപ്പെടുന്നത്? അവരുടെ പ്രൈസും ക്വാണ്ടിറ്റിയും തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അവയെ പോയിന്റ് ചെയ്യാണ്. ഓക്കെ, ദിസ് ഈസ് ദ ക്വാണ്ടിറ്റി ആൻഡ് ദിസ് ഈസ് ദ പ്രൈസ്. അപ്പോൾ പ്രൈസും ക്വാണ്ടിറ്റിയും നമ്മൾ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി എന്താണ് ഇനി കൺസ്യൂമർ സർപ്ലസ് എന്താണ് എന്നുള്ളത് നോക്കണം. ഓക്കെ, കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏരിയ ബിലോ ദ ഡിമാൻഡ് കർവ് ആൻഡ് എബവ് ദ പ്രൈസ് ലൈൻ. സോ ഇതാണ് ഡിമാൻഡ് കർവ്, ഇതാണ് നമ്മുടെ സപ്ലൈ കർവ്. അപ്പോൾ എന്താണ്? ഏരിയ ബിലോ ദ ഡിമാൻഡ് കർവ് ആൻഡ് എബവ് ദ പ്രൈസ് ലൈൻ ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് പോയിന്റിലായിട്ട് വരും? നമ്മുടെ ഈ മഞ്ഞ കളർ വെച്ചിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോർഷനാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഏരിയ ബിലോ ദ ഡിമാൻഡ് കർവ് ആൻഡ് എബവ് ദ പ്രൈസ് ലൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്താണ് അത് നമുക്കൊന്ന് എഴുതി വെക്കാം. എന്താണ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഈ ഒരു പോയിന്റ്സ് മാർക്ക് ചെയ്യാം കേട്ടോ. PEA എന്ന് എഴുതാം നമുക്ക്. ഓക്കെ, അപ്പം ഈ ഏരിയ PEA എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിലാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ആ ഒരു ഏരിയ ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ എന്തുണ്ട്? പ്രൊഡ്യൂസർ സർപ്ലസ് ഉണ്ട്. അപ്പോൾ പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രൊഡ്യൂസർ സർപ്ലസ് ഈസ് ദ ഏരിയ ബിലോ ദ പ്രൈസ് ലൈൻ ആൻഡ് എബവ് ദ സപ്ലൈ കർവ്. പ്രൈസ് ലൈനിന് താഴെയും സപ്ലൈ കർവിന് മുകളിലും വരുന്ന പോയിന്റാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഏരിയ ആണ് പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാണ്? നമ്മൾ ആ ഒരു ഏരിയനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുകയാണ്. സോ ദാറ്റ് ഈസ് ദിസ് ഏരിയ. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയ ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ദ ഏരിയ ബിലോ ദ എബവ് ദ സപ്ലൈ കർവ് ആൻഡ് ബിലോ ദ പ്രൈസ് ലൈൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയനെ നമുക്ക് PEN എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയനെ നമ്മൾ PEN എന്നാണ് കൊടുക്കുന്നത്. സോ സ്വാഭാവികമായിട്ട് ഏരിയ PEN എന്ന് പറഞ്ഞിരിക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ? പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് മോണോപോളിയുടെ കേസിൽ നോക്കാം. ഓക്കെ, അപ്പോൾ മോണോപോളിയുടെ കേസിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അത് വരുന്നത്? അതിന് നമുക്ക് ആദ്യം നമ്മുടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. പിന്നെ ഇവിടെ എന്തുണ്ട്? നമുക്ക് ഇതിനൊരു മാർജിനൽ റവന്യൂ കർവ് ഉണ്ട്. മാർജിനൽ റവന്യൂ കർവിനോടൊപ്പം തന്നെ ഇതിനെന്തുണ്ട്? ഒരു മാർജിനൽ കോസ്റ്റ് കർവും കൂടി ഉണ്ട്. അപ്പോൾ പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കേസിൽ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് മാർജിനൽ റവന്യൂ ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ആണോ? അല്ല, മറിച്ച് ഏതാണ്? പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിലാണ്. അതായത് നമ്മളിത് ഈ ഒരു പോയിന്റിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മൾ എന്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഈ ഒരു പ്രൈസും ക്വാണ്ടിറ്റിയും തീരുമാനിക്കപ്പെടുന്നത് പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് എന്നുള്ള പോയിന്റിലാണ്. അപ്പോൾ അത് ഇവിടെ നമ്മൾ പ്രൈസ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമ്മൾ PC എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പൊസിഷനിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കേസിലായിരുന്നെങ്കിൽ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ആക്ച്വലി എന്താണ്? മോണോപോളി കോമ്പറ്റീഷനാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ മാർജിനൽ റവന്യൂ ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിലായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്? ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ആവുന്നത്. അപ്പോൾ മാർജിനൽ റവന്യൂ ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഇതാണ്. ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫോം ചെയ്തിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്
ഇതാണ്. സോ അതാണ് പ്രൈസ് ഓഫ് മോണോപോളി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി മുകളിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കൺസ്യൂമർ സർപ്ലസും പ്രൊഡ്യൂസർ സർപ്ലസും നമുക്കിവിടെ മാർക്ക് ചെയ്യണം അല്ലേ. അപ്പം അവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പം നമ്മുടെ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഡിമാൻഡ് കർവിൻ്റെ താഴെയും പ്രൈസ് ലൈനിന് മുകളിലുമാണ്. അപ്പോൾ നമ്മളിത് ഈ ഒരു പോർഷനാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയനെ PMCR എന്ന് കൊടുക്കാം നമുക്ക്. ഓക്കെ, PMCR നമുക്ക് കൊടുക്കാം, റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏരിയ എന്താണ് വന്നിരിക്കുന്നത്, PMCR എന്ന് നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ കൺസ്യൂമർ സർപ്ലസ് നോക്കണം അല്ലേ. കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പ്രൈസ് ലൈനിന് താഴെയും സപ്ലൈ കർവിന് മുകളിലുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, മാർജിനൽ കോസ്റ്റാണ് നമ്മളിവിടെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ മാർജിനൽ കോസ്റ്റിനെ തന്നെ സപ്ലൈ കർവായിട്ട് അസ്യൂം ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. സോ ആക്ച്വലി നമ്മുടെ മോണോപോളി കോമ്പറ്റീഷൻ്റെ കേസിൽ സപ്ലൈ കർവ് ഇല്ല കേട്ടോ. അപ്പം നമ്മളിവിടെ അത് അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ PM എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ താഴെയും ഈ MCയുടെ മുകളിലും വരുന്ന പോയിൻ്റ് ആയിരിക്കും എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത്രയും ഏരിയ, ഓക്കെ, ആ ഒരു ഏരിയ ആയിരിക്കും എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് PMNG എന്നായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അറിയാം, പെർഫെക്റ്റ് കോമ്പറ്റീഷനേക്കാളും മുകളിലാണ് പ്രൈസ് ഓഫ് മോണോപോളി ചാർജ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രൊഡ്യൂസർ സർപ്ലസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷനേക്കാളും മുകളിലാണ്. അപ്പം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ആണോ മോണോപോളിയുടെ പ്രൊഡ്യൂസർ സർപ്ലസ് ആണോ കൂടുതൽ? മോണോപോളിയുടെ കേസിലുള്ള പ്രൊഡ്യൂസർ സർപ്ലസ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ അതാണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുക, അത് നിങ്ങൾക്ക് നന്നായി മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു പോകുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നോട്ട്സും കൂടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ട്യൂഷൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ അത് പെയ്ഡ് ട്യൂഷൻസ് ആയിരിക്കും. നിങ്ങൾക്ക് അതിന് റിക്വയർമെൻറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ മെയിൽ ID കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻജോയ് ലേണിംഗ്. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സോ മച്ച്.